ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ ഗ്ലാമർ നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് ജോബ് കോളിൽ പറഞ്ഞ ഞങ്ങളുടെ കംപ്ലയിൻസിൽ നിന്ന് സെൽഫ് മോട്ടോർ ചെക്ക് ചെയ്താൽ മാറ്റാം. ഇൻഡിക്കേറ്ററിൻ്റെ ബസർ ഒന്ന് സെറ്റ് ചെയ്യണം. ഹോൺ സ്വിച്ച് ഇടയ്ക്ക് ലൂസ് കോൺടാക്റ്റ് ഉണ്ട്. ജനറൽ സർവീസ് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം. ഇത്രയാണ് മെയിനായിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മളതിൻ്റെ വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ബാക്ക് ചെയിൻ സ്പോക്കറിൻ്റെ ഭാഗത്ത് നിന്ന് സൗണ്ട് വ്യത്യാസമുണ്ട്. പിന്നെ നമുക്ക് നിലവിൽ വേറെ അങ്ങനെ പറയത്തക്ക കംപ്ലയിൻസ് എന്ന് പറയാനായിട്ട് തോന്നിയൊന്നുമില്ല. കാരണം നമുക്ക് കറക്റ്റായിട്ട് സർവീസ് ചെയ്ത് പോകുന്ന വണ്ടിയാണ്. അപ്പോൾ നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറിൻ്റെ ഈ സപ്പാനലിൻ്റെ ബ്രേക്കിൻ്റെ ക്യാമ് ടൈറ്റ് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് അയച്ച് ഗ്രീസ് ചെയ്തിരുന്നുണ്ട് കൂട്ടത്തിടെ. ലൈനർ പുതിയ ലൈനറാണ്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. പുതിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. അതേപോലെ ബാക്ക് വീലിൻ്റെ ബെയറിംഗ് ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഹബിനകത്ത് അത്യാവശ്യം കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അതൊന്ന് ക്ലീൻ ചെയ്തിടാം. വീലിൻ്റെ ഡാമ്പർ റബ്ബറായാലും വേറെ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. ചെയിൻ സ്പോക്കറ്റിൻ്റെ ഭാഗത്ത് നിന്ന് സൗണ്ട് വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ സ്പോക്കറ്റ് ഏകദേശം അതിൻ്റെ ഒരു ലൈഫിലേക്ക് എത്തിയിട്ടുണ്ട് ഈ സൈഡൊക്കെ കേട്ടോ. കാരണം ഈ ബാക്ക് സൈഡൊന്നും കൃത്യമായിട്ട് പിടിക്കുന്നില്ല. അപ്പോൾ നമ്മളത് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനില്ല. അഡ്ജസ്റ്റിങ് മാക്സിമം തീർന്നാണ് കാണാം. അപ്പോൾ ഇതാണ് അവസ്ഥ. ബാക്ക് സൈഡൊന്നും കറക്റ്റായിട്ട് പിടിക്കില്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ ചെയിൻ സ്പോക്കറ്റ് മാറ്റിയിടലാണ് നല്ലത്. കാരണം ഞാൻ കട്ട് ചെയ്തൊക്കെ ഇടാം. നമുക്കിവിടെ ചെറിയ ലോക്കൽ ഓട്ടോ ഒക്കെ ഉള്ളതുകൊണ്ട് വേണമെങ്കിൽ കണ്ണി എടുത്തിട്ട് നമുക്ക് തൽക്കാലം വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തിടാം. പക്ഷേ ഇതങ്ങനെ ഇട്ട് കഴിഞ്ഞാലും സൗണ്ട് ഉണ്ടാവും. തന്നെയല്ല നമുക്ക് അത്യാവശ്യം ലോങ് ഓട്ടോ ഉള്ളതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കാതിരിക്കണം നല്ലത്. ചെയിൻ സ്പോക്കറ്റ് കൈയോടെ മാറ്റിക്കളയാം. പിന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററും പ്ലഗും മാറ്റേണ്ട ഒരു ടൈമിലേക്ക് എത്തിയിട്ടുണ്ട്. അത്യാവശ്യം പൊടി കയറി തീരെ മോശമെന്ന് പറയില്ല, മാറ്റേണ്ട ഒരു ടൈമാണ്. അപ്പോൾ എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ കൂട്ടത്തിൽ കൂടെ പ്ലഗ് മാറ്റിയിടണം. എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രണ്ട് വീൽ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതേപോലെ തന്നെ ഫ്രണ്ട് ടയർ ഏറെക്കുറെ അതിൻ്റെ ലൈഫിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ. തീരെ പറ്റ തീർന്നിട്ടില്ല. അതിൻ്റെ ഇൻഡിക്കേഷൻ ലൈനാണ് ഈ വന്നെ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് അതിൻ്റെ മാറ്റേണ്ട ഒരു പീരീഡാണ്. പിന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് പാഡൊക്കെ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. പിന്നെ നമുക്ക് ആ ഹോൺ സ്വിച്ചിൻ്റെ കേസ് ഉണ്ടല്ലോ, നമുക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ട് മേടിക്കാനായിട്ട് കിട്ടില്ല. ഒന്നുപോലെ സ്വിച്ച് അസംബ്ലി ആയിട്ട് മാറ്റി കളയേണ്ടി വരും. അത് ഓൾറെഡി നമുക്ക് സ്റ്റോക്കിൽ അങ്ങനെ വെക്കണമായിട്ടല്ല. നമുക്കിപ്പോൾ അത് തൽക്കാലം നമുക്ക് അതിൻ്റെ കോൺടാക്റ്റ് ക്ലീൻ ചെയ്യണം, ക്ലീനർ ഉപയോഗിച്ച് ഇട്ട് തരാം. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിടാൻ പറ്റുമെന്ന് നോക്കാം. സാധാരണ അങ്ങനെ പറ്റാറില്ല. ക്ലീൻ ചെയ്തിട്ട് നോക്കാം. പറ്റില്ല എന്നുണ്ടെങ്കിൽ മാറ്റി കളയാനേ പറ്റുള്ളൂ. അപ്പോൾ ഹോണിൻ്റെ സ്വിച്ചും ആ സ്വിച്ച് അസംബ്ലിയും സെൽഫ് മോട്ടറും ഈ രണ്ടായിട്ട് നമ്മുടെ കയ്യിൽ ഓൾറെഡി സ്റ്റോക്കിലില്ല. അപ്പോൾ മോട്ടർ വേണമെങ്കിൽ കൈയോടെ മേടിച്ചുകൊണ്ട് വരാം. മേടിച്ചുകൊണ്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന സമയത്ത് തന്നെ നമുക്ക് മാറ്റിയിടാം, കുഴപ്പമില്ല. സ്വിച്ച് അസംബ്ലി പറഞ്ഞ രീതിയിൽ കൂടെ കിട്ടാനും ബുദ്ധിമുട്ടാണ്. നമുക്ക് കറക്റ്റ് സോക്കറ്റൊക്കെ വെച്ച് നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് RC ബുക്ക് വെച്ചിട്ട് വേണമെങ്കിൽ ബുക്ക് ചെയ്ത് വരുത്തി എന്തെങ്കിലും ചെയ്യാം. തൽക്കാലം ക്ലീൻ ചെയ്തിടാം. ഉപയോഗിക്കാനും പ്രശ്നമില്ലാത്ത രീതിയിലേക്ക് ആക്കാം. പക്ഷേ അത് മാറ്റി വെക്കണം. അതാണ് അതിൻ്റെ സൊല്യൂഷൻ. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് താൽക്കാലിക ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ്. പിന്നെ ബാറ്ററി നമ്മൾ നോക്കുമ്പോൾ ബാറ്ററി 2022 ബാറ്ററിയാണ് കേട്ടോ. അപ്പോൾ ബാറ്ററിയും കൂടി നമ്മൾ ചെക്ക് ചെയ്യാം. കാരണം സെൽഫ് മോട്ടോർ വയ്ക്കുമ്പോൾ ഇനിയിപ്പോൾ ബാറ്ററി ലോഡ് ചെയ്യുമെന്നുള്ള ദിവസം കൂടി നോക്കണം. വോൾട്ട് നോക്കുമ്പോൾ 13 വോൾട്ട് കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോൾ 8.5 വോൾട്ടിലേക്ക് വന്നിട്ടുണ്ട്. ശരിക്കും 8.5 വോൾട്ട് വന്നു കഴിഞ്ഞാൽ ബാറ്ററി കംപ്ലയിൻറ്റിലേക്ക് വരും. അപ്പോൾ നമുക്ക് സെൽഫ് മോട്ടർ കണക്ട് ചെയ്യാം. സെൽഫ് എടുക്കാൻ അതായത് ബോർഡർ ലൈനിൽ നിൽക്കണം. ശരിക്കും ലോഡ് നോക്കുമ്പോൾ 8.5 വോൾട്ട് എന്ന് പറഞ്ഞാൽ ഓൾറെഡി കംപ്ലയിൻ്റ് ആയിട്ട് വരാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 8.47 വരെ വന്നുണ്ട്. അപ്പോൾ സെൽഫ് മോട്ടർ കണക്ട് ചെയ്യുക. ലോഡ് എടുക്കലാണെന്നുണ്ടെങ്കിൽ മോട്ടർ ബാറ്ററി മാറ്റി വയ്ക്കേണ്ടി വരും. 2022 എന്ന് പറയുമ്പോൾ ഏകദേശം 4 വർഷമായിട്ടുണ്ട് ബാറ്ററി. 2026 4 വർഷത്തോളം ആയിട്ടുണ്ട് ബാറ്ററി. അപ്പോൾ ശരിക്കും മോട്ടർ കണക്ട് ചെയ്യുക. സെൽഫ് എടുക്കാത്ത കണ്ടീഷൻ ഉണ്ടെങ്കിൽ ബാറ്ററി കൂടി മാറ്റാൻ കണക്കാക്കി വെക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നിലവിലുള്ളത്. അപ്പോൾ നമുക്ക് ജനറൽ സർവീസിന് പുറമെ നമുക്ക് ചെയിൻ സ്പോക്കറ്റ് കൂടി മാറ്റേണ്ടതായിട്ടുണ്ട്. പിന്നെ ചെയിൻ സ്പോക്കറ്റ് മാറണം, എഞ്ചിൻ ഓയിൽ, അതേപോലെ തന്നെ പിന്നെ വേറെ ഒന്നിട്ട് സ്വിച്ച് ക്ലീനിങ് കാര്യങ്ങളൊക്കെ തന്നെ, എയർ ഫിൽറ്ററും പ്ലഗും. ഇത്രയാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ചെയിൻ സ്പോക്കറ്റ് അടക്കം മാറ്റി വരുമ്പോഴൊരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടോളൂ. പിന്നെ സെൽഫ് മോട്ടർ പറ്റുമെന്നിട്ട് മേടിച്ചുകൊണ്ട് വരെ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുമ്പോൾ തന്നെ അങ്ങോട്ട് മാറ്റി വെച്ച് തരാം. ഇനി അതല്ല കിട്ടില്ല എന്നുണ്ടെങ്കിൽ കമ്പനിയായിട്ട് മേടിച്ചായിട്ട് ഒറിജിനൽ മേടിച്ചാൽ മതി. ഇനി കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഐറ്റം ബുക്ക് ചെയ്ത് വരുത്തി എടുക്കാം. അത് സെൽഫ് മോട്ടറൊക്കെ മാറ്റാൻ നിസ്സാര സമയം മതി. നമുക്ക് ഒരു 10 മിനിറ്റ് നമുക്ക് മാറ്റാവുന്ന ദിവസമുള്ളൂ. അപ്പോൾ മേടിക്കുകയാണെങ്കിൽ ഒറിജിനൽ മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി ഇവിടുന്ന് ബുക്ക് ചെയ്ത് ഐറ്റം വരുത്തി തരാം ഞാൻ. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടുമ്പോൾ ഒന്ന് റിപ്ലൈ ഇട്ടേക്കാം കേട്ടോ.